റീഫോം യുകെ അധികാരത്തിലെത്തിയാൽ യൂറോപ്യൻ പൗരന്മാർക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റ് നിർത്തലാക്കാൻ പോകുന്നു. ബ്രെക്സിറ്റ് വാണിജ്യ കരാറിന്റെ ഭാഗമായുള്ള ഈ കരാർ ലംഘിക്കുന്നത് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളാക്കിയേക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നതും. എന്നാൽ ഇതുൾപ്പെടെയുള്ള തങ്ങളുടെ വിവിധ നടപടികൾ ഖജനാവിലേക്ക് പ്രതിവർഷം 25 ബില്യൺ പൗണ്ട് വരെ ലാഭമുണ്ടാക്കുമെന്നാണ് ഈ നെയ്ജൽ ഫരാജ് അവകാശപ്പെടുന്നത്. അടുത്ത ആഴ്ചത്തെ ബജറ്റിൽ റേച്ചൽ റീവ്സ് അഭിമുഖീകരിക്കുന്ന ധനക്കമ്മി നികത്തുവാൻ ഇത് ധാരാളമാകും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഖജനാവിലെ പണം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള മറ്റു നടപടികളിൽ പ്രധാനപ്പെട്ടത് വിദേശ രാജ്യങ്ങൾക്കായുള്ള ധനസഹായം വെട്ടിച്ചുരുക്കുക എന്നതാണ്. വിദേശ ധനസഹായം പ്രതിവർഷം 1 ബില്യൺ പൗണ്ടായി വെട്ടിച്ചുരുക്കും. നിലവിൽ ദേശീയ വരുമാനത്തിന്റെ 0.3% ഇതിനായി ചിലവഴിക്കുന്നത്. റീഫോം അവകാശപ്പെടുന്ന തലത്തിലേക്ക് വെട്ടിക്കുറച്ചാൽ ബ്രിട്ടൻ നൽകുന്ന വിദേശ സഹായത്തിൽ 90% കുറവുണ്ടാകും. അതുപോലെ തന്നെയാണ് യു കെയിൽ താമസിക്കാത്തവർ നൽകേണ്ട NHS സർചാർജ് 3 ഇരട്ടിയോളമാക്കി വർദ്ധിപ്പിക്കും. ബ്രിട്ടീഷ് പൗരന്മാർ അല്ലാത്തവരെക്കാൾ കൂടുതൽ പ്രാധാന്യവും പരിഗണനയും ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ബ്രിട്ടീഷ് പൗരന്മാർക്ക് നൽകുന്ന പദ്ധതികളാണ് ഫരാജിന്റെ മനസ്സിലുള്ളതും. എന്നാൽ ബ്രെക്സിറ്റ് അനന്തര കരാറിലെ ചില ആ വ്യവസ്ഥകൾ നീക്കുന്നതിനെതിരെ യൂറോപ്യൻ യൂണിയനും ഒപ്പം തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചാൽ അത് ബ്രിട്ടീഷ് സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് സാമ്പത്തിക കാര്യ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അധികാരത്തിലേറിയാൽ 3 മാസത്തെ നോട്ടീസ് നൽകി യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ അടക്കം എല്ലാ വിദേശ പൗരന്മാർക്കും യൂണിവേഴ്സൽ ക്രെഡിറ്റ് നിഷേധിക്കുമെന്ന് തന്നെയാണ് റിഫോം യുകെ ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ ഇതുവഴി പ്രതിവർഷം ഏകദേശം 6 ബില്യൺ പൗണ്ട് ലാഭിക്കാൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബ്രെക്സിറ്റ് കരാറിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്കും യൂറോപ്യൻ എക്കണോമിക് ഏരിയയിൽ നിന്നുള്ളവർക്കും ഒപ്പം തന്നെ ഈ സ്വിസ് പൗരന്മാർക്കും ബ്രിട്ടനിൽ സെറ്റിൽഡ് സ്റ്റാറ്റസിനായിട്ട് അപേക്ഷിക്കാം. ഇത്തരത്തിൽ സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭിക്കുന്നവർക്ക് പൊതുസേവനങ്ങളും ചില ആനുകൂല്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാവുകയും ചെയ്യും. എന്നാൽ ഇത് ഏകപക്ഷീയമായ ഒരു കരാറാണ് എന്നുള്ളതാണ് റീഫോം യുകെ ആരോപിക്കുന്നത്. എന്നാൽ യൂണിയനുമായി മതിയായിട്ടുള്ള ചർച്ചകളില്ലാതെ ഇവ എടുത്തു കളഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് നേരെയും സമാനമായിട്ടുള്ള നടപടികൾ ഉണ്ടായേക്കും. ഒരുപക്ഷെ ചില വ്യാപാര കരാറുകളിൽ നിന്നുള്ള പിന്മാറ്റം അടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ എല്ലാ വിദേശ ക്രിമിനലുകളെയും അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുക വഴി പ്രതിവർഷം 580 മില്യൺ പൗണ്ട് ലാഭിക്കാൻ കഴിയുമെന്ന് കൂടി റീഫോം യുകെ അവകാശപ്പെടുന്നു. ലേബർ പാർട്ടിക്ക് മുന്നിൽ 2 വഴികളാണ് ഉള്ളത് എന്ന് ഈ പദ്ധതികൾ പുറത്തുവിട്ടുകൊണ്ട് റീഫോം യുകെയുടെ നയരൂപീകരണ സമിതി തലവൻ സിയ യൂസഫ് പറയുന്നു. ഒന്നുകിൽ ബ്രിട്ടീഷ് പൗരന്മാർക്ക് മേൽ നികുതി ഭാരം വർദ്ധിപ്പിച്ച് ഖജനാവിലേക്ക് മുതൽ കൂട്ടാം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരന്മാർക്ക് പ്രഥമ പരിഗണന നൽകി നിലവിലുള്ള ധനക്കമ്മി വഹിക്കുവാൻ വിദേശ പൗരന്മാരെ നിർബന്ധിതരാക്കാം. ഇതിലേതാണ് ലേബർ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഉടനെ അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയും ഞാൻ പറയുന്ന പോലെ യുകെയിൽ പ്രതിസന്ധികൾ പലതരത്തിലുണ്ടാകുന്നുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ലേബർ പാർട്ടിക്കുള്ളിലെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അവിടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാകുന്നുണ്ട്. അപ്പോഴും ഈ ഇതുപോലുള്ള അതായത് ബ്രിട്ടീഷ് പൗരന്മാർ ആയിട്ടുള്ളവർക്ക് മേൽ എങ്ങനെയാണ് വാണിജ്യ കരാറുകൾ, എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഈ ബ്രെക്സിറ്റിന്റെ വാണിജ്യ കരാറിന്റെ ഭാഗമായിട്ടുള്ള ഈ കരാറുകൾ ലംഘിക്കുക, ആ ലംഘനത്തിന് ശേഷം ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള വിവിധ നടപടികൾ സ്വീകരിക്കുക, തങ്ങളുടെ വിവിധ നടപടികൾ ഖജനാവിലേക്ക് പ്രതിവർഷം 25 ബില്യൺ പൗണ്ട് വരെ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഏത് തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ബ്രിട്ടീഷ് പൗരന്മാർക്കും അല്ലാത്തവർക്കും, ബ്രിട്ടീഷ് പൗരന്മാരല്ലാതെ പുറത്തു വരുന്ന വിദേശ പൗരന്മാർക്കും ഏത് തരത്തിലാണ് അവരുടെ പ്രാധാന്യവും പരിഗണനയ്ക്കും അനുസരിച്ചുകൊണ്ട് ഏത് തരത്തിലാണ് നികുതി ഭാരം ഏൽപ്പിക്കേണ്ടത്, നികുതി വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ അവസാനം ഇതിനിടയ്ക്ക് പറഞ്ഞതുപോലെ ഒന്നുകിൽ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് ബ്രിട്ടീഷ് പൗരന്മാർക്ക് മേൽ നികുതി ഭാരം വർദ്ധിപ്പിച്ച് ഖജനാവിലേക്ക് കൂടുതൽ മുതൽക്കൂട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രിട്ടീഷ് പൗരന്മാർക്ക് പ്രഥമ പരിഗണന നൽകി നിലവിലുള്ള ധനക്കമ്മി വഹിക്കുവാൻ വിദേശ പൗരന്മാരെ നിർബന്ധിതരാക്കാം. അതായത് വിദേശ പൗരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നു. ആ അധിക ഭാരം എന്ന് പറയപ്പെടുന്നത് 1-2 അല്ല 100%-ലധികം വർധനയിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഥമ പരിഗണന ബ്രിട്ടീഷ് പൗരന്മാർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല അവിടെ ഇപ്പോൾ ചെന്ന് ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും ഒക്കെ ചെല്ലുന്ന ബാക്കിയുള്ള വിദേശികളായിട്ടുള്ള ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.